Hello, good morning everyone. ഈ ഒരു ക്ലാസ്സിൽ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ബാലൻസിങ് ആൻ അക്കൗണ്ട്. ഓക്കെ, ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഫൈൻഡിങ് ദ നെറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ ആദ്യം ഒരു ജേർണൽ എൻട്രി നടത്തും അല്ലെ. ആ ജേർണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റും അല്ലെ. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ഓരോ ക്യാഷ് അക്കൗണ്ട് അങ്ങനെ ഓരോ അക്കൗണ്ട് ആയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ലെഡ്ജർ അക്കൗണ്ടിലെ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കലാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ റെക്കോർഡിംഗ് ഓൾ ദ ട്രാൻസാക്ഷൻ ഇൻ ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡ് എടുക്കും. ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡ് എടുക്കും. പിന്നെ ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് സൈഡ് എടുക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരു ക്യാഷ് അക്കൗണ്ട് എടുത്തു, ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ക്യാഷ് അക്കൗണ്ട്. ആ ക്യാഷ് അക്കൗണ്ടില് ഡെബിറ്റ് ബാലൻസ് ഇസ് ഈക്വൽ ടു 70,000 വയ്ക്കാം. ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് ബാലൻസ് അല്ല, സോറി, ഡെബിറ്റ് സൈഡ് ഈക്വൽ ടു 70,000 എടുക്കാം. Now, credit side is equal to 50,000 എന്ന് എടുക്കാം. Okay, so the difference, ഇവിടെ വരുന്ന ഡിഫറൻസ് 20,000 is the balance. ബാലൻസ് എന്ന് പറയുന്നത് 20,000 നമ്മൾ ബാലൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റെപ്സ് എന്താ? ആദ്യം ടോട്ടൽ ബോത്ത് സൈഡ്സ് ഓഫ് ദ അക്കൗണ്ട് ആൻഡ് പിന്നെ എന്നിട്ട് ആഡ് ഓൾ ദ ഡെബിറ്റ് എൻട്രീസ്, ആഡ് ഓൾ ദ ക്രെഡിറ്റ് എൻട്രീസ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഓൾ ദ ഡെബിറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഡെബിറ്റ് എൻട്രീസ് നമ്മുടെ മുന്നിലുള്ളത് ഡെബിറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് 40,000, 20,000, 10,000 ഇത്രയാണെന്ന് വെക്കാം. സോ ടോട്ടൽ വിൽ ബി 70,000 അല്ലെ. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ളത് 30,000 ആൻഡ് 20,000 എന്ന് വെക്കാം. ഓക്കെ, സോ ടോട്ടൽ വിൽ ബി 50,000 അല്ലെ. സോ ദ ഡിഫറൻസ് എടുക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് രണ്ടിനും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 70,000 മൈനസ് 50,000 ഇസ് ഈക്വൽ ടു 20,000. ഇതോടെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോത്ത് സൈഡ് ഈക്വൽ ആവണം. അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് എന്റെ ഡിഫറൻസ് ഓൺ ദ ഷോർട്ടർ സൈഡിൽ ഇപ്പൊ ഇതിൽ ക്രെഡിറ്റ് സൈഡ് ഷോർട്ടർ സൈഡ് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 20,000 എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കിട്ടും? അപ്പോ ബോത്ത് സൈഡ് ബിക്കം ഈക്വൽ. Okay, this is how both sides are made equal. ഇനി അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞാല് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡില് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ 20,000 ഇതിപ്പോ ക്രെഡിറ്റ് സൈഡിലല്ലേ. അപ്പൊ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് ഇതിപ്പോ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഒരു ഇയറിന്റെ ഫസ്റ്റ് ഹാഫ് ഇയറിന്റെ പീരീഡിലാണ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ സെക്കൻഡ് ഹാഫ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബാലൻസ് എമൗണ്ട് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണല്ലോ 20,000, നേരെ അത് ഡെബിറ്റ് സൈഡിലേക്ക് ഇട്ടിട്ട് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതും. നെക്സ്റ്റ് അടുത്ത പീരീഡിലായിരുന്നു, ചിലപ്പോൾ അടുത്ത മാസം ആവാം. അത് ഏതൊക്കെയാണ് പീരീഡ് നോക്കിയത്? ഇപ്പൊ ജൂൺ മാസത്തെ നോക്കിയെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000 ഡെബിറ്റിൽ എഴുതും. ഓക്കെ, ഇനി ഈ ഡെബിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രെഡിറ്റ്, ഇഫ് ഡെബിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രെഡിറ്റ്, അപ്പോ that is when debit side is bigger, it is called debit balance. ആ ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയുന്നത്. നോർമലി ഈ ഡെബിറ്റ് ബാലൻസ് വരുന്നത് ക്യാഷ് അക്കൗണ്ടുകൾ, ഫർണിച്ചർ അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, ഇതിലൊക്കെയാണ് നോർമലി ഡെബിറ്റ് ബാലൻസ് കാണിക്കാറ്. ഓക്കെ, സോ ഉദാഹരണത്തിന് ഇപ്പോ ക്യാഷ് റിസീവ്ഡ് ഈക്വൽ ടു 1 lakh, ക്യാഷ് പെയ്ഡ് ഈക്വൽ ടു 40,000, സോ ബാലൻസ് 60,000 ഈസ് ഇൻ ഡെബിറ്റ് അല്ലെ. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ആ ഡെബിറ്റ്, സോ അത് അങ്ങനെ വരുമ്പോഴാണ് വരുന്നത്. ഓക്കെ,
If credit is greater than debit, if credit is greater than debit, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തോന്നുന്നു നമുക്ക് ഇല്ലസ്ട്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഡോണ്ട് വറി. ഓക്കെ, ഇഫ് ക്രെഡിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെബിറ്റ്, അപ്പൊ എന്ത് സംഭവിക്കാം? ദാറ്റ് ഇസ് ക്രെഡിറ്റ് ബാലൻസ് വരും. ഇഫ് ക്രെഡിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെബിറ്റ്, then it is known as a credit balance. That is if credit side is bigger. അപ്പോൾ credit balance എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, ഇതൊക്കെയാണ് നോർമലി ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട്. ഓക്കെ, ഈ എല്ലാ അക്കൗണ്ടുകളും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ ബാലൻസ് വരുന്നത് ഇപ്പൊ ഒരു മാർച്ച് 31 ആണ് ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ എല്ലാ അക്കൗണ്ടുകളും നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ റിയൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് ക്യാരിങ് ഫോർവേഡ്, അങ്ങനെയാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത്. പക്ഷെ ഈ ചില നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്സ് ഉണ്ട്, ദേ ആർ നോട്ട് ക്യാരിഡ് ഫോർവേഡ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ബിക്കോസ് അവർ പെർട്ടിക്കുലർ ഇയറിലേക്ക് മാത്രമായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ വി കാൽക്കുലേറ്റ് ദാറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. സോ ദെൻ ദീസ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. റിയൽ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ചില അക്കൗണ്ട്സുകൾ ഒരു പീരീഡിന് അടുത്ത പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ എഴുതിയപ്പോ 20,000 ബാലൻസ് വന്നപ്പോ നമ്മൾ അടുത്ത പീരീഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ അതിലേക്ക് കാണിച്ചു. പക്ഷെ അങ്ങനെ കാണിക്കാൻ പറ്റാത്ത കുറെ അക്കൗണ്ടുകളുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ അതിൽ ബാലൻസിങ് എമൗണ്ട് നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിക്കോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പോകും. അത്ര കൺഫ്യൂസിംഗ് ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഇതിൽ ആവശ്യമുള്ളൂ. കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു റെന്റ് പെയ്ഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ ഒരു വർഷത്തേക്കുള്ളതാണ് അല്ലെ. അപ്പോ റെന്റ് അക്കൗണ്ട് ഒക്കെ നമ്മളിപ്പോ ബാലൻസ് വന്നാലും അത് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അത് കാരണം അത് P&L മാറ്റി വയ്ക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ആ ഇല്ലസ്ട്രേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ആ ബുക്കിലെ ഇല്ലസ്ട്രേഷൻ നോക്കാം. ആ ഇല്ലസ്ട്രേഷനിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നേരത്തെ അറിയുന്നതാണ് അല്ലെ. കാരണം എന്താ വെച്ചാല് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ലെഡ്ജർ പോസ്റ്റ് ചെയ്യാനും ജേർണൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വെറുതെ ഓടിച്ചു വിടുകയുള്ളൂ. അപ്പൊ ആദ്യം പറയുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓണർ ഇൻവെസ്റ്റഡ് 1 lakh ഇൻ ടു ദ ബിസിനസ്. ഓക്കെ, അപ്പൊ അതില് വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നത്തെ ക്ലാസ് നോക്കാം. നമ്മൾ ജേർണൽ എൻട്രിനെ കുറിച്ചൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹30 lakh. ഓക്കെ, അപ്പൊ ഇവിടെ അഫക്ട് ചെയ്ത രണ്ട് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ്. ജേർണൽ എൻട്രി എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് കാണാം, അപ്പൊ മനസ്സിലാവും. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 30,000 to cash account credit 30,000. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് റെന്റ് 5,000. സോ രണ്ട് അക്കൗണ്ട് അഫക്ട് ആവുന്നത് റെന്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ്. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് വരും. അതെങ്ങനെയാണെന്ന് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ഈ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ് നോക്കാം. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് 5,000 to cash account 5,000. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വരുന്നത്? ഇനി ട്രാൻസാക്ഷൻ 4 sold goods to Mohan on credit 20,000. Goods sold but money not yet received. അതിന്റെ അർത്ഥം. So Mohan becomes a debtor. ഓക്കെ, അപ്പൊ അക്കൗണ്ട്സ് അഫക്റ്റഡ്. മോഹൻ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ജേർണൽ എൻട്രി വരുമ്പോ
Mohan account debit 20,000. Sales account credit 20,000. Clear? In transaction 5. Transaction 5. Received cash from Mohan 12,000. So Mohan paid part of his debt. Received cash from Mohan to cash account. Cash account debit 12,000 to Mohan account credit 12,000. Cash received is debt, Mohan's debt increases credit. അല്ലേ അത് നിങ്ങൾക്ക് അറിയാം. Now ഇത് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. So first one is the cash account. ക്യാഷ് അക്കൗണ്ടില് ഫസ്റ്റ് ഏപ്രിൽ വരുന്നതാണ് അല്ലെ. ഫസ്റ്റ് വൺ ഈസ് ദ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ഇപ്പൊ നമ്മൾ ജേർണൽ എൻട്രീസിൽ എഴുതിയ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ആദ്യം എഴുതുക. ആദ്യം എഴുതുമ്പോൾ ആദ്യം വരും ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh എന്ന് വരും അല്ലെ. അപ്പോ 1 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. ഇനി പർച്ചേസ് ജേർണൽ എൻട്രി 2 പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റും ടു ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. അത് ക്യാഷ് ഇസ് ക്രെഡിറ്റഡ് അല്ലെ. അപ്പോ ക്രെഡിറ്റ് സൈഡില് ബൈ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 വരും. ബൈ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 വരും. പിന്നെന്താണ് ക്യാഷിൽ റിലേറ്റഡ് ട്രാൻസാക്ഷൻ? ജേർണൽ എൻട്രി 3 ടു ക്യാഷ് അക്കൗണ്ട് 5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ക്യാഷ് ഇസ് ക്രെഡിറ്റഡ്. അപ്പൊ ക്രെഡിറ്റ് സൈഡില് ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതേണ്ടതാണ്. ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് 5,000 വരും അല്ലെ. ഈ ജേർണൽ എൻട്രി 5 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അക്കൗണ്ട്. ക്യാഷ് ഇസ് ഡെബിറ്റഡ്. എത്രയാണ്? 12,000. ഓക്കെ. അപ്പോ 12,000 ഡെബിറ്റ് വന്നിട്ടുണ്ട്. 12,000 ഡെബിറ്റ് വന്നു. ഓക്കെ. അപ്പോ ഇവിടെ 30,000 5,000 ഇവിടെ 1 lakh. അപ്പൊ 1,12,000 35,000 നമുക്ക് ബാലൻസിങ് ചെയ്യണം അല്ലെ. ബാലൻസിങ് ചെയ്യുമ്പോ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എന്ന് പറയുന്നത് 1,12,000 ആണ്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എന്ന് പറയുന്നത് 35,000 ആണ്. 35,000 ആണ്. സോ ദ ഡിഫറൻസ് ഇസ് 77,000. ആ 77,000 ഏതിലാ കൂടുതൽ? ഡെബിറ്റിലാണ് കൂടുതൽ. സോ ദിസ് ഇസ് ഡെബിറ്റ് ബാലൻസ് ബിക്കോസ് ക്യാഷ് റിമൈനിങ് ഇൻ ഡെബിറ്റിലാണ്. ഡെബിറ്റ് ഈസ് ദ ബിഗർ വൺ. സോ ഇവിടുത്തെ ഡെബിറ്റ് 77,000 ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു ക്യാഷ് അക്കൗണ്ടിലൊക്കെ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് വരാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പൊ ഇത് രണ്ടും സൈഡും നമുക്ക് ഈക്വൽ ആക്കണേ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് എവിടെയാണോ കുറവ് അവിടെ ബൈ ബാലൻസ് എഴുതിയിട്ട് 77,000 എഴുതും. അപ്പോ രണ്ട് സൈഡും ഈക്വൽ ആയി. ഓക്കെ. നൗ ഡെബിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 1,12,000. ക്രെഡിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 1 side. ബോത്ത് സൈഡ് ഈസ് ഈക്വൽ. ക്യാരി ഡൗൺ എഴുതിയിട്ട് 77,000 എഴുതും. ഓക്കെ. ഇറ്റ് ഈസ് ദ ക്ലോസിംഗ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഹൗ മച്ച് ക്യാഷ് ഇസ് ലെഫ്റ്റ് അറ്റ് ദ മന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എന്ന് കിട്ടും 77,000. ഓക്കെ. ഇനി ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ അടുത്ത മാസം, ഇതിപ്പോ ഏപ്രിലല്ലേ നമ്മൾ ഇല്ലസ്ട്രേഷനിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ മെയ് മാസത്തെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തും? ഓൺ മെയ് മാസത്തില് ഡെബിറ്റ് സൈഡിൽ, ഇതിപ്പോ ക്രെഡിറ്റ് സൈഡിലല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് അക്കൗണ്ട്സ് ഓഫ് മെയ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 77,000 ആദ്യം തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ. ഇതാണ് ഒരു ഈ രീതിയിലാണ് ഇത് ചെയ്തു പോകേണ്ടത്. ഓക്കെ. ഇൻ ദ സെയിം വേ യു ക്യാൻ ഡു ദ മോഹൻ അക്കൗണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല, തനിയെ ചെയ്യാം. ഇതിൽ വ്യത്യാസം വരുന്നത് ഐ വിൽ ടെൽ യു വെർ ഇറ്റ് ഈസ്.
റെന്റ് അക്കൗണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല് റെന്റ് അക്കൗണ്ടിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, റെന്റ് അക്കൗണ്ടിൽ ക്യാരി ഡൗൺ ചെയ്യില്ല. ഓക്കെ, വൈനോ ബിക്കോസ് അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. സോ നോമിനൽ അക്കൗണ്ട്സ് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അറ്റ് ഇയർ എൻഡ് ദേ ആർ ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത്രേ പേരുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു എൻട്രി മാത്രമാണ് ഇതിൽ ഡിഫറൻസ് ഉള്ളത്. സെയിം ഹാപ്പൻസ് വിത്ത് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ട് ഓൾസോ ഇസ് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ആൻഡ് പി എൽ അക്കൗണ്ട്. ബിക്കോസ് അതൊക്കെ നോമിനൽ അക്കൗണ്ട്സ് ആണ്. അപ്പൊ നോമിനൽ അക്കൗണ്ട്സ് ഏതാണെന്ന് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിലിങ്ങനെ ക്യാരി ഡൗൺ ഒന്നും നെക്സ്റ്റ് ഇയറിലേക്കൊന്നും അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അത് മാത്രം ഓർക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് സെയിം ആസ് വാട്ട് വി ഡിഡ് നൗ. അതേപോലെ തന്നെ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഞാൻ ജസ്റ്റ് എങ്ങനെ കാണിച്ചു തന്നു. എല്ലാം ഞാൻ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ അതിനെ ട്രൈ ചെയ്യില്ല. സോ യു ട്രൈ. ബാക്കിയുള്ളത് തനിയെ ചെയ്യാം. ഇതേപോലെ ഞാനിപ്പോ പറഞ്ഞു തന്ന അതേപോലെ തന്നെ ചെയ്യാം. ബാക്കി ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഐ വിൽ ഹെൽപ്പ് യു. എന്നോട് ചോദിച്ചാൽ മതി. താങ്ക് യു.